നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇറാൻ ഇസ്രയേൽ വിഷയം വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും വാർത്തകളുടെ അരികിലേക്ക് ഒതുക്കപ്പെട്ട മറ്റൊരു വിഷയമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത ഫലം ആർക്കൊപ്പം എന്ന ചിന്തയിലാണ്. നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ്. സ്വരാജിനെ തുണയ്ക്കുമോ അതോ ഷൗക്കത്തിനൊപ്പം നിൽക്കുമോ, അതോ ഇനി അൻവറിനെ വീണ്ടും പരീക്ഷിക്കുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ആര് ജയിച്ചാലും ഷൗക്കത്ത് ജയിക്കരുതെന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടില്ല. അതായത് കോൺഗ്രസ് ഇനി ഇല്ലാത്ത ഗ്രൂപ്പുകളൊന്നും ഇല്ലല്ലോ. പറഞ്ഞത് സതീശനിസത്തെക്കുറിച്ചാണ്. അത് സ്വാഭാവികമായും സതീശൻ പിടിച്ച മുയലിന് 3 കൊമ്പാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് സതീശന്റെ ഉറച്ച കൊമ്പാകും. പിന്നെ സതീശൻ കൽപ്പിക്കുന്നതും കോൺഗ്രസിലെ നയം. കാരണം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ കസേര നൈസ വെട്ടി സ്വന്തം കയ്യിലാക്കിയ ആളാണ് വി.ഡി. സതീശൻ. എന്തു ചെയ്താലും വെളുക്കെ ചിരിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് സ്ഥാപിക്കും. എന്നാൽ ഇത് വെറും സ്ഥാപിക്കൽ മാത്രമാണെന്ന് ഓർക്കണം. പിന്നെ തൻ്റെ യഥാർത്ഥ പണി അങ്ങ് തുടങ്ങും. ഇതിന് പറ്റിയ കിങ്കരന്മാരും സതീശൻ്റെ കയ്യിലുണ്ട്. എന്തായാലും നിലമ്പൂരിലൂടെ ഒരു തിരിച്ചുവരവിനാണ് ചെന്നിത്തല കളമൊരുക്കുന്നത്. കാരണം കൂടെ നിന്ന് കുഴിവെട്ടുന്നവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തവണ ചെന്നിത്തല രാഷ്ട്രീയ കരുനീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ സതീശനിസം എന്ന ഒന്നില്ലെന്ന് ആദ്യം സ്ഥാപിച്ചെടുക്കുകയാണ് ചെന്നിത്തല. സതീശനിസം എന്നൊന്നില്ലെന്നും തിരഞ്ഞെടുപ്പ് വിജയിക്കുമെന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ചെന്നിത്തല അങ്ങ് സ്ഥാപിച്ചിട്ടുണ്ട്. പിണറായിസത്തിനും സതീശനിസത്തിനും എതിരെയാണ് തൻ്റെ പോരാട്ടമെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഒരു മാധ്യമത്തിലൂടെ ചെന്നിത്തലയുടെ പ്രതികരണം. സതീശനിസം എന്നൊന്നില്ല. താനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് 18ഓളം തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതാണ്. പക്ഷേ ഞങ്ങളാരും അതങ്ങനെ പറയാറില്ല. അതിൻ്റെ ആവശ്യം ഒട്ടും ഇല്ലതാനും. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആ വിജയത്തിന് അവകാശികളാണ്. കോൺഗ്രസിലെ ചെറുപ്പക്കാരായ നേതാക്കൾ കുറെ കൂടി ഗൗരവമായി കാര്യങ്ങൾ കാണുകയും വിലയിരുത്തുകയും വേണം. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ചെറുപ്പക്കാരാണ്. അവർ കുറെ കൂടി ഗൗരവമായി കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും വേണമെന്നാണ് ചെന്നിത്തല പറയുന്നത്. തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും സൂക്ഷ്മത ആവശ്യമാണ്. നമ്മുടെ ഒരു ചെറിയ ചലനം പോലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കണമെന്ന് മനസ്സിലാക്കണമെന്ന ചിന്തയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തായാലും ചെന്നിത്തലയുടെ ഈ പ്രസംഗമെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ആ കസേരയിൽ തന്നെയാണ്. അതെ, മുഖ്യമന്ത്രി കസേര. പിന്നെ ഒരു കാര്യം, ഈ കസേര ചെന്നിത്തല എല്ലാം സെറ്റാക്കി വെക്കുമ്പോൾ മണ്ണും ചാരയുന്നവൻ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്ന പോലെ സമയത്ത് KC വേണുഗോപാൽ ആ കസേരയും കൊണ്ടുപോകും. ചെന്നിത്തല വീണ്ടും തെങ്ങേ തന്നെ ആയിരിക്കും.